വിയർത്ത് കഷ്ടപ്പെട്ട് കയറി. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിറപ്പിച്ച ശേഷമായ UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന്റെ പരാജയം. ഒരു ഘട്ടത്തിൽ 2000 വോട്ടുകളുടെ ഭൂരിപക്ഷം വരെ UDF സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു. 2021 പിണറായി വിജയൻ നേടിയ 50,000 വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷമാണ് ഇത്തവണ 18,000-ലേക്ക് കൂപ്പുകുത്തി. UDF സുനാമി ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിരുന്നു ധർമ്മടത്തെ UDFന്റെ കുതിപ്പ്. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കവെയാണ് എല്ലാവരെയും ഞെട്ടിച്ച് UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് മുന്നിലെത്തിയത്. 2000-3000 വോട്ടിനടുത്ത് റഷീദ് ലീഡ്. റഷീദ് എന്ന് പറഞ്ഞാൽ താരതമ്യേന ചെറുപ്പക്കാരൻ. അവിടെ എസ്കേൻ 3 റൗണ്ടായിട്ട് പിണറായി ബാക്കിലാ ധർമ്മടത്ത്. ലീഡ് നില 500-ഉം 1000-ഉം കടന്ന് മുന്നോട്ടു പോയതോടെ LDF ക്യാമ്പിൽ ആശങ്ക പടർന്നു. പിന്നാലെ തമിഴ്നാട്ടിലെ കൊളത്തൂർ മണ്ഡലത്തിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും പിന്നിലാണെന്ന വാർത്ത പരന്നതോടെ ചങ്കിടി പേറി. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുവെന്ന് ഉറപ്പിച്ചു. മുഖ്യമന്ത്രിയെ ഏറെ നേരം അബ്ദുൾ റഷീദ് വിറപ്പിച്ചു നിർത്തി. പിന്നാലെ പിണറായി വിജയൻ ലീഡ് നില ഉയർത്തിയെങ്കിലും ഭൂരിപക്ഷം 18,000 മാത്രമായി ഒതുങ്ങുകയായിരുന്നു. കഴിഞ്ഞ തവണ 50,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ചെടുത്താണ് പിണറായി വിജയൻ വിറച്ച് വിജയത്തിലേക്കെത്തിയത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.